പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങോട്ട് നോക്കാൻ ഇച്ചിരി പാട്, കാരണം കണ്ണാടി പ്രശ്നത്തില്ല. കണ്ണാടി നന്നാക്കാൻ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ, അതുകൊണ്ട് പ്രശ്നമാണ്. അങ്ങോട്ട് നോക്കുമ്പോൾ കണ്ണ് വല്ലാതെ മഞ്ഞുന്നുണ്ട്. ഏതായാലും ബിഗ് ബോസ് സീസൺ 7, അപ്പോൾ അതിലെ ആദ്യത്തെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിരുന്നത് അനീഷിനെയാണ്. അനീഷിൻ്റെ ഗെയിം നമ്മൾ പലപ്പോഴും പല ഗെയിമിലും കണ്ടിട്ടുണ്ട്. ബിഗ് ബോസിലെ പല കളികളും കണ്ടിട്ടുണ്ട്. ഡോക്ടർ രജിത് കുമാർ അദ്ദേഹത്തിൻ്റെ ഗെയിം ഈ രീതി തന്നെയായിരിക്കും. കാരണം ജോലി ഉണ്ടായിട്ടും 2 കൊല്ലം ലീവ് എടുത്ത് ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പഠിച്ചതിന് ശേഷമാണ് അനീഷ് വന്നതെന്നാണ് ലാലേട്ടനോട് പറയുന്നത്. അപ്പോൾ അനീഷ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒറ്റപ്പെടൽ രീതി തന്നെയാണ് അനീഷും പിന്തുടരുന്നത്. അത് ഓരോ സീസണിലും ഓരോരുത്തരും വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ വേറെ വേറെ രീതികളാണെന്നേ ഉള്ളൂ. പക്ഷേ അവിടുത്തെ മത്സരാർത്ഥികളെ സംബന്ധിച്ച് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അവർക്കാർക്കും പറ്റുന്നില്ല. ഒരാൾക്ക് മനസ്സിലായിരുന്നു, റെന ഫാത്തിമ എന്ന് പറയുന്ന മത്സരാർത്ഥി അത് കൃത്യമായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്തു. ഞാൻ റെനയെപ്പറ്റി ഒരു വീഡിയോ ഇന്നലെ ഇട്ടിരുന്നു. മികച്ചൊരു മത്സരാർത്ഥി തന്നെയാണ്. ഇപ്പം നമ്മൾ അനീഷിനെ പറ്റി പറയുമ്പോൾ ഇന്നലെ തന്നെ ക്യാപ്റ്റൻസി ടാസ്കിൽ അനീഷ് ജയിക്കാനുള്ളൊരു കാരണം ബിഗ് ബോസ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് 8ൻ്റെ പണിയാണ്. ഇത്രയും നാളും കണ്ട രീതിയിൽ നിന്ന് മാറ്റം. അതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയത്, കഴിഞ്ഞ സീസണിലൊക്കെ കുറച്ച് ആൾക്കാർ നിന്ന് ടാർഗറ്റ് ചെയ്യുകയാണ് ചിലരെ, ഇവർ വേണം. പല സീസണിലും വിജയിക്കുന്ന പലരും നോമിനേഷന് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാം വോട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ഈ പ്രാവശ്യം അതിനൊരു തിരിച്ചടി തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തത്. മാറ്റങ്ങൾ ആവശ്യമാണല്ലോ, അത് ബിഗ് ബോസിൽ കൃത്യമായിട്ട് കാണാനുമുണ്ട്. ഏതായാലും ഇനിയും ആരെയും ടാർഗറ്റ് ചെയ്ത് ആരും അങ്ങനെ ചെയ്യത്തില്ല. കാരണം ബിഗ് ബോസ് എന്താണ് തീരുമാനിക്കുന്നതെന്ന് ഇവർക്ക് നേരത്തെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം അതിനൊരു തിരിച്ചടിയാണ് കൊടുത്തത് എന്ന് തന്നെ പറയാം. ലോകപൊട്ടന്മാർ അനീഷിനെയാണ് എല്ലാവരും ലോകപൊട്ടനായിട്ട് അവിടുത്തെ ബിഗ് ബോസ് മത്സരാർത്ഥികളെല്ലാം കണക്കാക്കുന്നത്. അതുതന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയെ സംബന്ധിച്ച് അനീഷിൻ്റെ ഒരു സ്ഥാനം ഉറപ്പിച്ചു എന്ന് തോന്നുന്നു. കാരണം അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം ഒരേപോലെ അനീഷിനെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം വെറുക്കപ്പെട്ടവനായി അനീഷ് മാറി. പോലുള്ള ഷോയ്ക്ക് അത്യാവശ്യകരമാകും. കാരണം 19 മത്സരാർത്ഥികൾ എത്തുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തത കണ്ടെത്താൻ, അത് നെഗറ്റീവാ പോസിറ്റീവാ, അത് കണ്ടെത്താൻ ചിലവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് ഈ ഒരു ദിവസം പിന്നിടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന 1-2 മത്സരാർത്ഥികളുടെ പേര് ആദ്യമേ ഫോക്കസ് ചെയ്താൽ തന്നെ അനീഷിൻ്റെ പേര് മുന്നിൽ തന്നെ നിൽക്കും. അതിന് ഒരു കാരണമെന്ന് പറയുന്ന അനീഷിൻ്റെ ചൊറിയൻ സംസാര രീതിയാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം ജഗദീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി ഉപയോഗിച്ച് അത് ശരിയാകാതെ പോയ ഒരു പരിപാടിയാണ് ചൊറിയൻ. അത് രതീഷിനെ സംബന്ധിച്ച് ഒത്തിരി ഓവറായിപ്പോയി. ഒരു നൂൽപ്പാലം കണക്കെയാണ് അങ്ങനെയുള്ള ഗെയിം. കാരണം അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ അത് പണി കിട്ടും. കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായി അനീഷിൻ്റെ രീതി എന്താണ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് മത്സരങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കിയവർക്കെല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷേ അകത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാകണമെന്നില്ല. തന്നെയാണ് ഇന്നലെ സംഭവിച്ചത്. അപ്പം ക്യാപ്റ്റൻസി ടാസ്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും അനീഷിൻ്റെ മുഖത്താണ് മിക്കവാറും എല്ലാവരും കൊണ്ടുവന്ന് പൊത്തിയത് അല്ലേ. പക്ഷേ അവരെല്ലാം കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തു. അവരൊരു കാരണവശാലും വിചാരിച്ചില്ല അനീഷ് ക്യാപ്റ്റനായി മാറുമെന്ന്. കാരണം നമ്മുടെ അപ്പാനി ശരത്തുമൊക്കെ ഞെട്ടൽ കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത ഞെട്ടലായിപ്പോയി. അതുപോലെ ഷാനവാസും ഒക്കെ തന്നെ വല്ലരും ഈ ഒരു കാരണവശാലും ശാരികയും ഒരു അനീഷ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി ക്യാപ്റ്റൻ ആകുമെന്ന് അവർ പ്രതീക്ഷിച്ചതേ ഇല്ല. അതുപോലെ ആദ്യത്തെ ക്യാപ്റ്റനാണ്. അതുകൊണ്ട് അനീഷ് കുറച്ച് നാളും കൂടെ ഒക്കെ മുന്നോട്ട് പോകും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. പുറത്തുള്ളവർക്ക് അനീഷിൻ്റെ തന്ത്രം മനസ്സിലായി എന്നുള്ളത് കൃത്യമാണ്. കാരണം അനീഷ് ഒരുപക്ഷെ പാളിപ്പോകാമായിരുന്നു. പക്ഷേ അവിടുത്തെ മത്സരാർത്ഥികൾ അനീഷിന് സപ്പോർട്ട് കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. സപ്പോർട്ടെന്ന് പറഞ്ഞാൽ നെഗറ്റീവുള്ള സപ്പോർട്ടാണ്. അനീഷിനെ എല്ലാവരും കൂടെ കൂട്ടമായി എതിർക്കാൻ തുടങ്ങി. ബിഗ് ബോസ് പോലുള്ള പരിപാടിയിൽ ഒരാൾ മാറി നിൽക്കാൻ അവൻ തീരുമാനിച്ചാൽ ഒരു കാരണവശാലും മാറ്റി നിർത്താൻ ബാക്കിയുള്ള മത്സരാർത്ഥികൾ തയ്യാറാവരുത്. കാരണം അത് പുറത്ത് സഹതാപം ഉണ്ടാകുമെന്ന് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ റെന ഫാത്തിമ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. അവർ മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി 10-17 പേര് അനീഷിന് എതിരായിട്ട് മാറി എന്നുള്ളതാണ്. അനീഷ് എവിടെ പോയാലും ക്യാമറ ഫോക്കസായി. ആദ്യമേയൊക്കെ ബിഗ് ബോസിന് കൃത്യമായിട്ട് മനസ്സിലാകും അനീഷിൻ്റെ തന്ത്രം എങ്ങനെയാണ്.
ആദ്യ ദിവസം അനീഷിനെ ഒഴിവാക്കി കൊടുത്ത ബിഗ് ബോസ് ടീം പിന്നെ കണ്ടന്റ് ഇല്ലാതെ വന്നപ്പോൾ അനീഷിനെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു. ബിഗ് ബോസ് പോലുള്ള ഒരു പരിപാടിക്ക് കൃത്യമായിട്ട് വേണ്ട കണ്ടന്റാണ്, അത് കൃത്യമായിട്ട് അനീഷ് കൊടുക്കുന്നുണ്ട്. അതാണ് അനീഷ് എന്ന് പറയുന്ന ഒരു ബുദ്ധിമാനായ മനുഷ്യനെയാണ് നമ്മളിത് കണ്ടത്. ആദ്യമേ നമുക്ക് അറിവോറൻ, കോമാളി, ലോകപ്പൊട്ടൻ എന്നൊക്കെ അവിടുത്തെ മത്സരാർത്ഥികളും പുറത്തുള്ളവരൊക്കെ മനസ്സിലാക്കിയിരുന്നെങ്കിലും അനീഷ് സാവധാനം തന്ത്രത്തിലൂടെ മലയാള പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇടം പിടിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അതിനൊറ്റ ഉദാഹരണമാണ് ഇന്നത്തെ ക്യാപ്റ്റൻസി എന്നുള്ളത്. ആ ഫോം കൊണ്ടുവന്ന് പൊത്താൻ പറഞ്ഞപ്പോൾ ശാരികയുടെ മുഖത്തൊക്കെ അനീഷ് പൊത്തുമ്പോൾ പലരും പറയും, അയ്യോ മതി, കുറച്ചു മതി എന്ന് പറയുന്ന വ്യക്തികൾ തന്നെ അനീഷിൻ്റെ മുഖത്ത് എല്ലാവരും കൂടെ കണ്ടമാനം തേച്ചപ്പം ഇരുന്ന് കൈയടിച്ച് പൊട്ടിച്ചിരിക്കുന്നത് കണ്ടു. അതൊക്കെ പ്രേക്ഷകർ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും, അനീഷിന് ഒരു സഹതാപം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. അനീഷിനെ പോലുള്ള മത്സരാർത്ഥി എല്ലാം കൊണ്ടും ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം അനീഷ് ഈ രീതിയിൽ ഈ തന്ത്രം തന്നെ പ്രയോഗിച്ച് മുന്നേറി കഴിഞ്ഞാൽ ആൾക്കാർ അത് ബോറായിട്ട് കാണുകയും എതിർക്കുകയും ചെയ്യും. കാരണം ഈ കളിയൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നില്ലേ. അനീഷിൻ്റെ രീതി മാറ്റാനുള്ള സമയമായി. അനീഷ് ഈ രീതിയൊക്കെ മാറ്റി ക്യാപ്റ്റനായിട്ട് കിട്ടി ഒത്തിരി ഉത്തരവാദിത്വങ്ങളായി. ആ ഉത്തരവാദിത്വത്തിലൂടെയൊക്കെ മുന്നേറിയാൽ അനീഷിന് കഴിഞ്ഞാൽ അനീഷ് ഒരു മികച്ച ഫൈനലിസ്റ്റായിട്ട് മാറുമെന്ന് ഏകദേശം ഉറപ്പാണ്. ഈ കോമണറായിട്ട് വന്ന അനീഷ് സെലിബ്രിറ്റികളുടെ ഇടയിൽ, സെലിബ്രിറ്റികളെ നാട്ടുകാർക്ക് പൊതുവെ താല്പര്യമില്ല. കാരണം എന്തോ ഒരസൂയ അവരോടൊക്കെ ഉണ്ടല്ലേ, നമ്മളെക്കാട്ടിലും എന്തോ വലുതാണെന്നൊരു തോന്നൽ, അതിൽ നിന്നാണല്ലോ അസൂയ ഉണ്ടാകുന്നത്. അതുതന്നെയാണ് പൊതുവെ ജനങ്ങൾക്കുള്ളത്. പക്ഷേ അവർ നല്ല രീതിയിൽ ഗെയിം കളിക്കുകയാണെങ്കിൽ അവരെയും സപ്പോർട്ട് ചെയ്യും ആൾക്കാർ. പക്ഷേ അവിടുത്തെ മത്സരാർത്ഥികൾക്കും ഞാൻ അനീഷിൽ നിന്ന് വ്യത്യസ്തരാണ് ഞങ്ങൾ എന്നൊരു തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ അതിനൊന്ന് അപ്പാനി ശരത്തിനും അങ്ങനെയുള്ള ചില സീരിയൽ താരങ്ങൾക്കൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു. ഞങ്ങളെന്തോ വലിയ സംഭവമാണ് എന്നൊരു തോന്നൽ അവിടെ മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പാനിയുടെ ലെവൽ അങ്ങ് താഴോട്ട് പോയത്. അപ്പാനി ശരത്ത് എനിക്ക് തോന്നുന്നു അനാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഇടപെടുന്നത് കണ്ടു. ഇപ്പം കൂടെയൊക്കെ ശ്രദ്ധിച്ച് കളിക്കേണ്ട അത്യാവശ്യമാണ്. 2 ദിവസം മാത്രമേ പിന്നിട്ടുള്ളൂ. ആദ്യത്തെ 2 ദിവസം അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥികളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് അനീഷിൻ്റെ ഒരു വിജയമാണ്. അനീഷ് വളരെ ശ്രദ്ധാപൂർവം കളിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണെങ്കിൽ കുറച്ച് കണ്ടു കഴിഞ്ഞാൽ അനീഷിനെ നമ്മൾ തള്ളിക്കളയും അല്ലേ. നമുക്ക് ആരോടും പ്രത്യേകിച്ച് സപ്പോർട്ടൊന്നുമില്ലല്ലോ. ഏതായാലും ബിഗ് ബോസ് കണ്ട് നിങ്ങൾ വിലയിരുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.